ഞാൻ ഈ ലൊക്കേഷനിലൂടെ എല്ലാം യാത്ര ചെയ്തിട്ടുണ്ട്. ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ എന്തിനാ ഭരതം, അതിലെ പാട്ട്, അങ്ങനെ എത്ര പടങ്ങളാണ് ഈ മലപ്പുറം ജില്ലയിലും കുറ്റിപ്പുറത്തും എന്താ പറയുന്ന മഞ്ചേരി, അതുപോലെ എത്രയോ തവണ ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് സമയത്തൊക്കെ തിരുനാവായ നാവാമുകുന്ദനെ തൊഴാനായിട്ട് മാത്രം വന്നിട്ട്. പ്രഥമ നാവാമുകുന്ദ കീർത്തി പുരസ്കാരം നടി ഉർവശിക്ക് സമ്മാനിച്ചു. ഫലകവും പ്രശസ്തി പത്രവും 25,000 രൂപയും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. മലപ്പുറം തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായാണ് നാവാമുകുന്ദ കീർത്തി പുരസ്കാരം ഏർപ്പെടുത്തിയത്. തന്റെ ഓർമ്മകളിലും സിനിമാ ജീവിതത്തിലും സന്തോഷങ്ങളിലുമെല്ലാം വടക്കൻ കേരളത്തിന് വലിയ സ്ഥാനമുണ്ടെന്നും തന്നെക്കാൾ മികച്ച ഒരുപാട് പേരുണ്ടെന്നും തുടർന്നും അവർക്ക് ഈ പുരസ്കാരം കിട്ടട്ടെയെന്നും ഗ്രാമങ്ങളുടെ ഭംഗി നിലനിർത്താനും സ്വത്വം നശിച്ചു പോകാതെ സൂക്ഷിക്കാനും എല്ലാവരും ശ്രമിക്കണം ഉർവശി. കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ, ഈ കോഴിക്കോട് മുതൽ ഇങ്ങോട്ടുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഓർമ്മകളിലും എൻ്റെ സന്തോഷങ്ങളിലും എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ വലിയ സ്ഥാനമുണ്ട് വടക്കൻ കേരളത്തിന്. അപ്പം പ്രത്യേകിച്ച് കോഴിക്കോടും മലപ്പുറം ജില്ല എന്നൊക്കെ പറയുമ്പോൾ കുറേ നല്ല ബന്ധങ്ങളുമുണ്ട് എനിക്ക്. ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല അന്നൊക്കെ നമ്മൾ ഇവിടെ വരുമ്പോൾ ഭാവിയിൽ ഇവിടെ ഒരു കീർത്തി പുരസ്കാരം എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരുപാട് സന്തോഷമായി. ഈ പ്രദേശം കൂടെ ഒന്നും ഒരിക്കലും ടൗൺ ആവതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. കാരണം കേരളത്തെ ഗ്രാമങ്ങളില്ല, പഴയ വീടുകൾ കാണാനില്ല. പലപ്പോഴും എന്താ പറയുക, കോളേജിലും ഓണത്തിനും വിഷുവിനും മാത്രമായി കസവും കൊണ്ട് നേരിയതുമൊക്കെ. പിന്നെ ഇതുപോലെ അമ്പലങ്ങളിൽ വരണം. അപ്പം നമ്മുടെ സ്വത്വം നശിച്ചു പോകുന്നുണ്ടോ എന്നൊരു ടെൻഷൻ. പണ്ടൊക്കെ സ്ഥിരമായിട്ട് ഏത് ചടങ്ങിന് പോകുമ്പോഴും എൻ്റെ ആകപ്പാടെ വേഷം ആദ്യമൊക്കെ പാവടയും ബ്ലൗസും, പിന്നെ പാവടയും ഹാഫ് സാരിയും. ഏറ്റവും കൂടുതൽ പാവടയും ഹാഫ് സാരിയും മലയാള സിനിമയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഉർവശിക്ക് ഇങ്ങനെ ഈ മുല്ലച്ചുരുക്ക് വെച്ച ബ്ലൗസ് അല്ലാതെ വേറെ ബ്ലൗസേ കിട്ടത്തില്ലെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര് എന്നോട്. അത് കഴിഞ്ഞ് പിന്നെ മുണ്ടുന്നേരിയതും ആയിരുന്നു. അപ്പോൾ ഏത് ഫോട്ടോഗ്രാഫർമാരും പറയും, ഉർവശി എന്തിനാ ഫോട്ടോ എടുക്കാൻ വരുന്നത്? കഴിഞ്ഞ വർഷത്തെ അവാർഡിനും ഇത് തന്നെയല്ല ഇട്ടല്, ഈ വർഷത്തെ അവാർഡിന് ഇതുപോലെ വേറൊരു കസവും കൊണ്ടും ചന്ദനക്കുറിയും അത് തന്നെ. അപ്പം എന്തെങ്കിലും ഒരു വെറൈറ്റി ഇട്ടൂടെ എന്ന് പറയും. പക്ഷെ ഇപ്പം അതൊക്കെ മാറി ഞാൻ തന്നെ നടക്കാനും ആൾക്കൂട്ടത്തിലൊക്കെ എളുപ്പം ചുരിദാറാണെന്ന് പറഞ്ഞ് ഇതിനകത്തോട്ട് കയറി നിൽക്കുക. വേഗം നമ്മുടെ സൗകര്യത്തിനിടാവല്ലോ. ഈ വേർപ്പും സാരിയും അതുമൊക്കെ എടുത്തിട്ടൊരു തല പിന്നെ ഇടണം, പിന്നെ ഒരു പൂ വെക്കണം, പിന്നെ മെനക്കേടൊന്നുമില്ല, ഒരെണ്ണെടുത്തും കൊണ്ട് ഇട്ടാൽ മതിയല്ലോ. അപ്പം ഞാൻ ആലോചിക്കും, കാണുമ്പോഴേക്കല്ലേ നമുക്ക് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പം ഈ പ്രദേശങ്ങളൊക്കെ സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങളൊക്കെ കൂടിക്കോട്ടെ, പക്ഷെ ഇതൊക്കെ പഴമ നിലനിർത്തിക്കൊണ്ട് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് ഈ നാവാമുകുന്ദനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. വരും വർഷങ്ങളിൽ എന്നെപ്പോലെ എന്നെക്കാൾ കഴിവുള്ള നല്ല എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട് പല ഭാഷകളിലും, പല എന്താ പറയുക വ്യത്യസ്ത കലാരംഗങ്ങളിൽ. അവർക്കൊക്കെ ഇത് കിട്ടട്ടെ. നാവാമുകുന്ദന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പരമേശ്വരൻ, മേൽശാന്തി അരീക്കര ഗിരീഷ് നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. വ്യാഴാഴ്ച കിഴക്കേനടയിൽ പാണ്ടിമേളത്തോടെ ഉത്സവത്തിന്റെ ആറാട്ട് നടക്കും. മലയാളം ടെലിവിഷൻ, മലപ്പുറം. ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തേവിലും കരുത്തുമായി ഫെയർടെക് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്. ഫെയർടെക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ: ഹൈ ക്വാളിറ്റി GA ഷീറ്റിൽ നിർമ്മിക്കുന്നവ, തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ, വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു. ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു. ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല. ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം. ഇനി ഫെയർടെക് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ. സമയവും സമ്പത്തും ലാഭിക്കൂ. ഫെയർടെക് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്.